കർണാടകത്തിലെ ബന്ദിപ്പൂരിൽ ഇന്നലെ ചെരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റ് കൊണ്ട നിരവധി മുറിപ്പാടുകളെന്ന് റിപ്പോർട്ട്. ജനവാസ മേഖലയിലെത്തിയപ്പോൾ തുരത്താൻ ആരെങ്കിലും ഉപയോഗിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മാനന്തവാടിയിൽ നിന്ന് പിടികൂടുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ആന വയനാട്ടിലെത്തിയിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവന്നു. മാനന്തവാടിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ഇന്നലെ രാവിലെയാണ് കർണാടകയിലെ ബന്ദിപ്പൂരിൽ വെച്ച് ചരിഞ്ഞത്. ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ആനയുടെ ഇടതുതൊടയിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. ഞരമ്പിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു. ഇതിനു പുറമെയാണ് ആനയുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ ഉണ്ടാക്കിയ മുറിപ്പാടുകൾ കണ്ടെത്തിയത്. മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് ആനയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വനം വകുപ്പ് വിശദീകരിക്കുന്നു. എന്നാൽ ആനയെ ട്രാക്ക് ചെയ്യുന്നതിലും കാട്ടിലേക്ക് തുരത്തുന്നതിലും പിടികൂടാൻ സ്വീകരിച്ച നടപടികളിലും വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. തണ്ണീർക്കൊമ്പൻ ദൗത്യം വിശകലനം ചെയ്യാൻ ഈസ്റ്റേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ വിജയാനന്ദ് മേധാവിയായി 5 അംഗ വിദഗ്ധ സമിതിയെ വനം വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ മരണത്തിന് പിന്നിലെ ശരിയായ കാരണം അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 വയനാട്.